വൻകര വിസ്ഥാപന സിദ്ധാന്തം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി അനുസരിച്ചിട്ട് ഭൂമി രൂപപ്പെട്ട സമയത്ത് ഒരേ ഒരു കരഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനെ പാൻജിയ എന്നാണ് വിളിക്കുന്നത്. ഒരേ ഒരു സമുദ്രഭാഗമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനെ പന്തലാസ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഈ കാണുന്ന എല്ലാ വൻകരകളും രൂപപ്പെട്ടത് പാൻജിയ എന്ന ഒരു മാതൃഭൂഖണ്ഡത്തിൽ നിന്നാണ്. ഇത് പിന്നീട് സെപ്പറേറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നിച്ചെതറിയതിൻ്റെ ഭാഗമായിട്ട് ഇടയ്ക്ക് ഓരോ ഓഷൻസ് അങ്ങ് രൂപപ്പെട്ടു. അങ്ങനെ ഇന്ന് നമുക്ക് കാണുന്ന 5 മഹാസമുദ്രങ്ങൾ രൂപപ്പെട്ടു. 5 മഹാസമുദ്രത്തിൽ ഒന്നാമത്തേത് പസഫിക് ഓഷൻ. ഈ ഭാഗത്തുണ്ട് പസഫിക് ഓഷൻ. രണ്ടാമത്തത് അറ്റ്ലാന്റിക് ഓഷൻ. ഞാൻ ഈ പറയുന്നത് വലിപ്പക്രമത്തിലാണ്. ഒന്നാമത്തത് പസഫിക് സമുദ്രം, രണ്ടാമത്തത് അറ്റ്ലാന്റിക് സമുദ്രം, മൂന്നാമത്തത് ഇന്ത്യൻ മഹാസമുദ്രം, നാലാമത്തത് സതേൺ ഓഷൻ, ദക്ഷിണ സമുദ്രം അല്ലെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ലാസ്റ്റത്തത് ആർട്ടിക് സമുദ്രം. ക്ലിയർ ആണല്ലോ? ഇത് കൂടുതലുമായിട്ട് എക്സാമിന് വലിപ്പക്രമത്തിൽ ചോദിക്കാറുണ്ട്. ഏറ്റവും വലിപ്പം കൂടിയത്, ഏറ്റവും ചെറുത്, ഇന്ത്യൻ മഹാസമുദ്രം എത്രാം സ്ഥാനത്താണ്, അത് പഠിക്കാനായിട്ട് ഒരു ചെറിയ കോഡ്, ചെറിയൊരു മെമ്മറി ട്രിക്ക്, പൈസ എന്ന കോഡൊന്ന് ഓർത്തു വെച്ചു. പൈസ. ലോകമഹാസമുദ്രങ്ങൾ വലിപ്പക്രമത്തിലാണ് ഈ സൂചിപ്പിച്ചിരിക്കുന്നത് പൈസ എന്ന കോഡിലൂടെ. ഓക്കെ, അപ്പോൾ ലോകമഹാസമുദ്രങ്ങൾ വലിപ്പക്രമത്തിൽ പൈസ. ഒന്നാമത്തേതാണ് പസഫിക്, രണ്ടാമത്തതോ അറ്റ്ലാന്റിക് സമുദ്രം, മൂന്നാമത്തത് ഇന്ത്യൻ മഹാസമുദ്രം. പൈസ എന്ന കോഡില് ഫസ്റ്റത്തെ പി എന്ന് പറയുന്നത് ഒരേ ഒരു പിയേ ഉള്ളൂ. ഫസ്റ്റത്തത് പസഫിക് സമുദ്രം, ഫസ്റ്റത്തെ എ എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം. എന്നാൽ അടുത്തത് എസ് എന്ന് ഉദ്ദേശിക്കുന്ന ഇതാണ്, അന്റാർട്ടിക് സമുദ്രത്തെയാണ് ഉദ്ദേശിക്കുന്നത്, അന്റാർട്ടിക്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ എസ് വന്നത്? സതേൺ ഓഷൻ അല്ലെങ്കിൽ ദക്ഷിണ സമുദ്രം. സതേൺ ഓഷൻ അല്ലെങ്കിൽ ദക്ഷിണ സമുദ്രമാണ് ഈ കോഡില് എസ് എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ദക്ഷിണ സമുദ്രം, സതേൺ ഓഷൻ, അന്റാർട്ടിക്. നോർത്ത് ഭാഗത്തുള്ളത് ഉത്തര ധ്രുവത്തിലുള്ളതാണ് ആർട്ടിക്, ദക്ഷിണ ധ്രുവത്തിലുള്ളത് അന്റാർട്ടിക്. മുകളിൽ ആർട്ടിക്, സൗത്തിലാണെങ്കിലോ അന്റാർട്ടിക്. അതുകൊണ്ട് സതേൺ ഓഷൻ എന്ന് പറയുന്ന ഇതാണ് അന്റാർട്ടിക് സമുദ്രം. ഏറ്റവും ലാസ്റ്റത്തെ ഇതാണ് ഇത് ആർട്ടിക് സമുദ്രം.